ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷീ സ്റ്റോറീസ്. അപ്പോൾ വെക്കേഷനൊക്കെയാണ്, നമ്മളൊരു ചെറിയൊരു ഔട്ടിങ്ങിനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് പോകാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറി. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ നല്ലൊരു ക്യൂട്ട് പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അതിനെ തടയിട്ടൊക്കെ കളിച്ചു, അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഇതുപോലൊന്ന് വാങ്ങി വളർത്താമെന്ന് വിചാരിച്ച് പോയി. അത്രയ്ക്കും രസമായിരുന്നു അതിൻ്റെ കൂടെ കളിക്കാൻ. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ പുറകെ തന്നെ അത് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു കൂട്ടിലൊരു തത്തമ്മ ഇരിക്കുന്നു. ഇതിൻ്റെ ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെ തത്തമ്മ എന്ന് വിളിക്കുമ്പോൾ അത് തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടൊരു തത്ത. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വിട്ടു. അപ്പോൾ ബീച്ചിലേക്ക് 2-3 എൻട്രൻസൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടക്കാട് വഴിയാണ് പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൽ. നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളെ കുട്ടികളെയും കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് വന്നതായതുകൊണ്ട് കാറ് തൽക്കാലം പുറത്താണ് നിർത്തിയിട്ടിടുന്നത്. അപ്പോൾ റോഡ് സൈഡിലാക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് നേരെ ബീച്ചിലേക്ക് നടന്നു. അപ്പോൾ ബീച്ചിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ മെയിൻ എൻട്രിയിലൂടെ ബീച്ചിലേക്ക് അങ്ങ് കയറി. അപ്പോൾ നടപ്പാതയുടെ വർക്കൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല, അതൊരു ഭാഗത്ത് അവിടെ നടക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വണ്ടികൾ കുറവായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് കളിക്കാം. ഇപ്പോൾ ബീച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ കടലിലൊക്കെ ഇറങ്ങുന്നത് കണക്കാക്കിയിട്ടായിരിക്കും വരാൻ. അതുകൊണ്ട് തന്നെ അതിന് പറ്റിയ ഡ്രസ്സൊക്കെയാണ് കുട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളധികം വെള്ളത്തിൽ ഇറക്കണ്ടെന്ന് വിചാരിച്ചാലും അവർ കളിച്ച് കഴിയുമ്പോഴത്തേക്കും മുഴുവനായിട്ട് മുങ്ങിയിട്ടുണ്ടാവും. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ ആ ഒരു ബീച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ആയത് നമുക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് ഇടയ്ക്കിടെ തണുപ്പും പനിയൊക്കെ വരുന്നത് കൊണ്ട് ഇതുപോലെ ബീച്ചിലൊന്നും കൊണ്ടുപോകാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ തുള്ളിച്ചാടി നടക്കാൻ. അങ്ങനെ കുറേ നേരം കളിച്ച് മടുത്തിട്ട് എല്ലാവരും തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോഴാണ് ഐസ്ക്രീം വണ്ടി കണ്ടത്. അങ്ങനെ എല്ലാവരും ഓരോ കോൺ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു, ഇരുടായി തുടങ്ങി. ബീച്ചൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ കാറിൽ കയറുന്നതിന് മുന്നേ കുട്ടികളൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വണ്ടിയിൽ കയറ്റിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെക്കേഷന് ബീച്ചിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സമയമൊക്കെ നോക്കിയിട്ട് ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.